എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ജൂലൈ 31 വൈകുന്നേരം 4 മണി വരെ HSKP വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിലൂടെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്, അതായത് മെറിറ്റ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് ഉപയോഗിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാം. ആ ഒരു സെൻഡ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലെ അപ്ലൈ ഫോർ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. ട്രാൻസ്ഫർ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് നൽകാനും ഇതുപോലെ സ്കൂളിൻ്റെ ഒരു കോഡ് നൽകാനുള്ള ഒരു ബോക്സ് കാണാം. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഏതാണ് കോഴ്സ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആദ്യം നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൻ്റെ, അതായത് അടുത്ത ഓപ്ഷനായിട്ട് കൊടുക്കേണ്ട ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുക. അതിനുശേഷം ഏത് കോഴ്സാണ് വേണ്ടത് ആ ഒരു കോഴ്സ് നൽകുക, സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളും കോഴ്സുകളും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ ഈ ഒരു അപേക്ഷ നൽകും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ സ്കൂൾ വൈസ് വേക്കൻസി പരിശോധിക്കുകയും ഇതിൽ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അതുപോലെ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകാവുന്നതാണ്. ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ജില്ല ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ ആ ഒരു സ്കൂൾ കോഡും അതുപോലെ ഏത് കോഴ്സാണ് ആ ഒരു കോഴ്സിൻ്റെ കോഡും കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്കൂൾ ഗേൾസ് ആണോ ബോയ്സ് ആണോ, അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ സാധിക്കുന്ന എഡ്യൂക്കേഷൻ സ്കൂളാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗേൾസ് സ്കൂളിൽ ഗേൾസിനും ബോയ്സ് സ്കൂളിൽ ബോയ്സിനും എഡ്യൂക്കേഷനിൽ ഗേൾസിനും ബോയ്സിനും ആണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അത് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന സ്കൂളാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു ജില്ല കൂടി സെലക്ട് ചെയ്ത് ആ ജില്ലയിലെ സ്കൂളിൻ്റെ കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെയുള്ള ആ ഒരു അപ്ലൈ ഫോർ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്കൂളിൻ്റെ കോഡ് നൽകാനുള്ള ഭാഗവും അതുപോലെ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗവും സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗവും കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളിൻ്റെ കോഡും, അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിലേക്കാണ് മറ്റൊരു കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ കോഡ് നൽകുക. അതിനുശേഷം ഏത് കോഴ്സിലേക്കാണ് മാറേണ്ടത് അത് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ പ്രയോറിറ്റി ബേസിൽ നൽകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതിനുശേഷം അടിയിൽ ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ നൽകിയത് കറക്റ്റല്ലേ, മാറിപ്പോയിട്ടില്ലല്ലോ, കോഴ്സോ സ്കൂളോ മാറിയിട്ടില്ലല്ലോ എന്നുള്ളത് ഒരു 2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്ത ശേഷം ഡിക്ലറേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിനുശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ ഓപ്ഷനുകളും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു PDF-ൻ്റെ ഒരു സിമ്പലും കാണാം, ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെൻഡ് OTP ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ വരുന്ന OTP നൽകുക. OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ളത്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ്
നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊക്കെ അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഈ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു PDF രൂപത്തിലുള്ള PDF-ൻ്റെ ഒരു സിമ്പലും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാം. അതുപോലെ ആ ഒരു PDF സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു തവണ ട്രൈ ചെയ്ത് സാധിക്കാത്ത വിദ്യാർത്ഥികൾ വീണ്ടും ജസ്റ്റ് ഒന്ന് മറ്റൊരു ഫോണിലോ നിങ്ങളുടെ ഫോണിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നൽകിയുള്ള ഓപ്ഷൻസും അതുപോലെ അവിടെ PDF-ൻ്റെ സിമ്പലിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സിമ്പലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാം. വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫർ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൽകുന്ന ഓപ്ഷനോ സ്കൂളോ മാറിപ്പോയത്, അതുപോലെ കോഴ്സും മാറിപ്പോയരുത്. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിലേക്ക് മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള സ്കൂളുകളും കോഴ്സുകളും മാത്രമേ ഓപ്ഷനായിട്ട് വെക്കാനും പാടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയോടെ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് HSK വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ SWSY അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ജില്ലയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് വഴി അലോട്ട്മെൻറ്റ് കിട്ടിയവർ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ഈ ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, വെറും വൈറ്റ് സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അത് നിങ്ങളുടെ അവിടുത്തെ ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരു ഫോണിലോ അല്ലെങ്കിൽ മറ്റൊരു ബ്രൗസറിലോ, അതായത് നിങ്ങളിപ്പോൾ ഗൂഗിൾ ക്രോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒപ്പേറ മിനിയോ മറ്റോ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജ് ലഭ്യമാകുന്നതാണ്. അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേ സ്റ്റോറിലൊരു ബ്രൗസറുണ്ട്, അത് ആരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.